ഒരിക്കൽ യേശു കർത്താവ് യെരിഹോവിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരും പുരുഷാരവും കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വഴിയരികിൽ ഇരുന്നു കൊണ്ടിരുന്ന യാചകനായ ഭിക്ഷക്കാരനായ തിമായിയുടെ മകനായ ബർത്തിമായി ഈ വലിയ ബഹളം കേട്ടിട്ട് പുരുഷാരത്തോട് ചോദിച്ചു, ആരാണ് ഇതുവഴി നടന്നു പോകുന്നത്? അവർ പറഞ്ഞു, നസ്രയനായ യേശുവാണ് ഇതുവഴി പോകുന്നത്. ആ സമയത്ത് തിമായിയുടെ മകനായ ബർത്തിമായി ഉറക്കെ നിലവിളിച്ചു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. മുൻ നടക്കുന്നവർ പുരുഷാരം അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. പിന്നെയും അവൻ ശബ്ദത്തിൽ വിളിച്ചു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ആ ഭിക്ഷക്കാരന്റെ വിളി, ആ യാചകന്റെ വിളി യേശു കർത്താവ് കേട്ടു. ആ വിളി കേട്ടിട്ട് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, തെരുവിൽ യാചിക്കുന്ന യാചകനായ ആ ഭിക്ഷക്കാരന്റെ വിളിയെ, ആ ശബ്ദത്തെ യേശു കർത്താവ് മാനിച്ചു. ആ വിളിയെ യേശു കേട്ടു. ഇന്നെന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക, തന്നെ വിളിക്കുന്ന ഏവർക്കും യേശു സമീപസ്ഥനാണ്. ബൈബിൾ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ചെറിയവരും വലിയവരും, നിങ്ങൾ ആരുമാകട്ടെ, ഉന്നതരാകട്ടെ ചെറിയവരാകട്ടെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഭിക്ഷക്കാരന്റെ വിളിയെപ്പോലും, ഒരു യാചകന്റെ വിളിയെപ്പോലും മാനിച്ച നമ്മുടെ കർത്താവ്, അവൻ എല്ലാവരുടെയും ദൈവമാണ്. അവൻ ചെറിയവരുടെയും വലിയവരുടെയും സാധാരണക്കാരുടെയും എല്ലാവരുടെയും വിളി കേൾക്കുന്ന നല്ല ദൈവമാണ്. അതാ യിരെമ്യാ 33:3 പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. യെശയ്യാപ്രവചനം 59:1 പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാത് മന്ദമായിട്ടില്ല. ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ.